നിങ്ങളുടെ പേഴ്സൻ്റെ ലേറ്റ് നൈറ്റ് തോട്ട്സ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ രാത്രികാല സമയങ്ങളിൽ അവർ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത്, അവർ സീക്രട്ടായിട്ട് എന്താണ് ആഗ്രഹിക്കുന്നത്. ഓക്കെ, ഈ ഒരു നൈറ്റ് ടൈംസിൽ അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട്. ഈ ഒരു വേദന അവർക്ക് താങ്ങുന്നതിലും അപ്പുറമായിട്ട് മാറിയിരിക്കുകയാണ്. മേ ബി നിങ്ങൾ തമ്മിൽ സെപ്പറേഷൻ ആയിരിക്കാം. ആ ഒരു വേദന ആ വ്യക്തിക്ക് ഇനിയും ഓവർകം ചെയ്യാൻ കഴിയുന്നില്ല. അവർക്ക് അവരുടെ ലൈഫിൽ മറ്റൊരു കാര്യങ്ങളിലേക്കും കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയാത്ത രീതിയിൽ അവർ സഫർ ചെയ്യുന്നുണ്ട്, ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട്. മേ ബി നിങ്ങളും ഈ ഒരു സിറ്റുവേഷനിൽ തന്നെ ആയിരിക്കാം. ഓക്കെ, ഇപ്പോൾ ഈ വ്യക്തി ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു സക്സസ് ആണ്, ഒരു വിക്ടറി ആണ്. നിങ്ങളെ എങ്ങനെയാണ് ഈ റിലേഷൻഷിപ്പിലേക്ക് തിരികെ കൊണ്ടുവരേണ്ടത്, നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് തരേണ്ടത് എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. നിങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്ന ഓരോ മൊമെൻറ്റ്സും അവരുടെ മനസ്സിൽ എപ്പോഴും കടന്നു പോകുന്നുണ്ട്. ഈ ഒരു സമയത്ത് ഒരു ലേറ്റ് നൈറ്റ് തോട്ട്സ് ആയിട്ട് ആ വ്യക്തിയുടെ മനസ്സിലുണ്ടാകുന്നത് നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് സെലിബ്രേറ്റ് ചെയ്തിരുന്ന ഒരു വിശേഷ ദിവസം, ഒരുമിച്ച് ചേർന്ന് ഒരു വിനോദയാത്ര പോയതാവാം, നിങ്ങൾ ഒരുമിച്ച് ഉള്ള ഒരു ദിവസമായിരിക്കാം, നിങ്ങൾ ഒരുപാട് യാത്രകൾ ചെയ്തിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് നിങ്ങളുടെ ആരുടെയെങ്കിലും ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം. ആ ഒരു ദിവസം അവർക്ക് വളരെ അൺഫർഗറ്റബിൾ ആയിട്ട് തോന്നുന്നുണ്ട്. അതിനെക്കുറിച്ചാണ് ഈ ഒരു സമയത്ത് ആ വ്യക്തി ചിന്തിക്കുന്നത് എന്ന് കാണുന്നുണ്ട്. ഓക്കെ, അവർക്ക് അവരുടെ ലൈഫിൽ ഒരു ബാലൻസ് കിട്ടുന്നില്ല. അവർ എന്താണ് ചെയ്യേണ്ടത്, അവരുടെ ഒരുപാട് സ്റ്റക്ക് സിറ്റുവേഷനാണ് അവരുടെ ലൈഫിൽ. അവർക്ക് ഒരുപാട് പ്രശ്നങ്ങളുള്ള ഒരു വ്യക്തിയാണ് എങ്കിൽ പോലും ഈ റിലേഷൻഷിപ്പിനെ അവർ ഒരിക്കലും കൈവിടാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഓക്കെ, ഈ റിലേഷൻഷിപ്പിൽ ഒരു മിറാക്കിൾ സംഭവിക്കുമെന്ന് ആ വ്യക്തി ഇപ്പോഴും പ്രതീക്ഷിക്കുകയാണ്. ഓക്കെ, ഒരു പ്രതീക്ഷയുമില്ല. നിങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാം ഇത് ഒരിക്കലും ഒന്നിച്ചു ചേരാൻ കഴിയില്ല എന്ന് വരെ തോന്നുന്ന അവസ്ഥയിൽ വരെ നിങ്ങൾ എത്തി നിൽക്കുകയായിരിക്കാം. പക്ഷേ ഒരിക്കലും യൂണിവേഴ്സ് നിങ്ങളെ പിരിഞ്ഞിരിക്കാൻ അനുവദിക്കില്ല. ഓക്കെ, പ്രപഞ്ചശക്തി ഒരിക്കലും നിങ്ങളെ സെപ്പറേറ്റഡ് ആക്കാൻ അനുവദിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു മജീഷ്യൻ കാർഡ് നമുക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു എന്താണ്, ഒരിക്കലും സാധ്യമാകില്ല എന്ന് കരുതിയ ഒരു കാര്യം പോലും നിങ്ങളുടെ ലൈഫിൽ പോസിബിൾ ആയിട്ട് വരുന്നു എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. പക്ഷെ എന്തുകൊണ്ടോ ഈ ഒരു സമയത്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു ആക്ഷൻ ആ വ്യക്തി എടുക്കുന്നില്ല. ആ വ്യക്തി വളരെ സൈലന്റ് ആയിട്ട് ഇരിക്കുകയാണ്. നിങ്ങൾക്ക് അതിൽ ഒരുപാട് സങ്കടമുണ്ട്. പക്ഷെ അവര് ചിന്തിക്കുന്നുണ്ട്, അവരുടെ മനസ്സാലെ അവരെപ്പോഴും നിങ്ങളുടെ അരികിലാണ്. നിങ്ങൾ തമ്മിൽ ഒരുപാട് ടെലിപ്പതി കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്. നിങ്ങളുടെ സാമീപ്യം എപ്പോഴും അവർ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടാവാം. നിങ്ങളുടെ വോയിസ് കേൾക്കുന്നുണ്ടാവാം. ഓക്കെ, നിങ്ങളെ സ്പൈ ചെയ്യുന്നുണ്ടാവാം. പക്ഷെ എന്തുകൊണ്ടോ ചില സാഹചര്യങ്ങൾ കൊണ്ട് അവർക്ക് ഈ റിയാലിറ്റിയിൽ അവർക്ക് നിങ്ങളുടെ അരികിൽ എത്താൻ കഴിയുന്നില്ല. നിങ്ങളിലേക്ക് പ്രോപ്പറായിട്ടുള്ള ആക്ഷൻ എടുക്കാൻ കഴിയുന്നില്ല. ഇത് ഓർത്ത് ആ വ്യക്തി ഇപ്പോഴും സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഓരോ തവണയും അവർ ആഗ്രഹിക്കുന്നത് റിലേഷൻഷിപ്പിൽ എന്ത് വില കൊടുത്തും ഈ റിലേഷൻഷിപ്പ് തിരികെ കൊണ്ടുവരണം, എന്താണ് അതിന് വേണ്ടിയിട്ട് അവർ ചെയ്യേണ്ടത് എന്ന് അവർ ചിന്തിക്കുകയാണ്. ഓക്കെ, കാരണം ഈ ഒരു വേദന അവർക്ക് ഇനിയും താങ്ങാൻ കഴിയില്ല. നിങ്ങൾക്ക് അവർ ഒരുപാട് പെയിൻ തരുന്നുണ്ടാവാം. അത് അവരെ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട്. അവർ നിങ്ങളെ സങ്കടപ്പെടുത്തുന്നുണ്ട്. അവരെ കാരണം നിങ്ങൾ സങ്കടപ്പെടുന്നു എന്നുള്ള കാര്യം അവരെ ഒത്തിരി വേദനിപ്പിക്കുന്നുണ്ട്. ഓക്കെ, അവർക്കറിയാം നിങ്ങൾ എത്രമാത്രം സങ്കടത്തിലാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു സ്നേഹം അവർക്ക് തരാൻ കഴിയുന്നില്ല. അതിലാണ് അവരിപ്പോൾ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുന്നത്. അത് മാത്രമാണ് അവരുടെ ഏറ്റവും വലിയ വേദനയും ചിന്തയും എന്നിവിടെ വ്യക്തമാവുകയാണ്. അവരുടെ ലേറ്റ് നൈറ്റ് തോട്ട്സ് ഇത് തന്നെയാണ് ഇവിടെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, യെസ്, വളരെയധികം ആഴമേറിയ ഒരു സ്നേഹമാണ് അവരുടെ മനസ്സിലുള്ളത്. ആ ഒരു സ്നേഹം ഇത്രയും നാളും അവർ നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യാതിരുന്ന, നിങ്ങളോട് ഹൈഡ് ചെയ്തിരുന്ന ആ ഒരു സ്നേഹം അവർ നിങ്ങൾക്ക് തിരികെ തരാൻ ആഗ്രഹിക്കുന്നുണ്ട്.
മേ ബി നിങ്ങൾ റിലേഷൻഷിപ്പിലായിരുന്ന സമയത്ത് പോലും ഈ വ്യക്തി അധികം എക്സ്പ്രസീവ് ആയിരുന്നില്ല. അവർ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്നോ എത്രമാത്രം ആഴത്തിൽ അവരുടെ മനസ്സിൽ നിങ്ങൾക്ക് സ്ഥാനമുണ്ട് എന്നോ ഒന്നും അവർ നിങ്ങളോട് പറഞ്ഞിരുന്നില്ല. പക്ഷെ ഇപ്പോൾ ആ വ്യക്തി വളരെയധികം ആഗ്രഹിക്കുന്നത് ആ ഒരു സ്നേഹം, ഈ ഒരു ഓവർഫ്ലോയിങ് ആയിട്ടുള്ള ഒരു സ്നേഹം നിങ്ങൾക്ക് തരണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ. യെസ്. യെസ്. ഒരു ന്യൂ സ്റ്റാർട്ട്, ഒരു ന്യൂ ബിഗിനിങ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാവണം എന്ന് ഇപ്പോൾ ആ വ്യക്തി ആഗ്രഹിക്കുന്നു. ഓക്കെ. യെസ്. അവർ ഡിവൈനുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. ഒരു സ്പിരിച്വൽ വേയിലേക്ക് മൂവ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടാവാം. അവർക്കിപ്പോൾ ഈ ഒരു സമയത്ത് ഇൻറ്റ്യൂഷൻസ് ഉണ്ടാവുന്നുണ്ട്. യൂണിവേഴ്സിൽ നിന്ന് അവർക്ക് മെസ്സേജ് അവരുടെ ഇൻറ്റ്യൂഷൻസ് വഴി അവർക്ക് കിട്ടുന്നുണ്ട്. അവർക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്. നിങ്ങൾ എത്രമാത്രം വേദനിക്കുന്നുണ്ട് എന്ന് ഇപ്പോൾ ഈ ഒരു നിമിഷത്തിൽ പോലും ആ വ്യക്തിക്ക് മനസ്സിലാവുന്നുണ്ട്. ഓക്കെ. യെസ്, മേ ബി അവർ ഒത്തിരി ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള വ്യക്തിയാണ് എങ്കിൽ പോലും ഇപ്പോൾ അവർ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന സ്നേഹം അല്ലെങ്കിൽ നിങ്ങൾ അർഹിക്കുന്ന സ്നേഹം, സന്തോഷം എല്ലാം നിങ്ങൾക്ക് നൽകണം, നിങ്ങളുടെ ലൈഫിൽ ഒരു ജസ്റ്റിസ് കൊണ്ടുവരണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ. അവർ ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ഇപ്പോഴും വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ. ആൻഡ് യെസ്, ഒരു മാജിക് പോലെ ഈ റിലേഷൻഷിപ്പിൽ ഒരു മിറാക്കിൾ സംഭവിക്കണം. റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് അവർ ഒരുപാട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ റിലേഷൻഷിപ്പിൽ ഒരു മിറാക്കിൾ സംഭവിക്കണം എന്ന് വളരെയധികം ഈ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ആ വ്യക്തിയുടെ സീക്രട്ട് ഡിസയർ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സണലിനോട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ്. ഇനി ഒരു റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് കിട്ടുന്ന ക്ലൂസ് കൂടി നമുക്ക് നോക്കാം. മാർച്ച് മന്ത്, ഷോർട്ട് ടെമ്പേർഡ്, പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന അല്ലെങ്കിൽ ദേഷ്യം വരുന്ന ഒരു വ്യക്തി ആയിരിക്കാം, നിങ്ങളായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം. ഇൻട്രോവേർഡ്, ഒരു കാര്യങ്ങളും മറ്റു വ്യക്തികളോട് ഷെയർ ചെയ്യാൻ ഇഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ ഫീലിങ്സ് ഒന്നും മറ്റു വ്യക്തികളോട് അല്ലെങ്കിൽ നിങ്ങളോട് ഷെയർ ചെയ്യാത്തൊരു വ്യക്തിയായിരിക്കാം. ഓക്കെ. ആൻഡ് ടോക്ക്, നിങ്ങൾക്കിടയിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഉള്ള സാധ്യത വളരെ കൂടുതലായിട്ട് കാണുന്നുണ്ട്. ഓക്കെ. ബ്ലൂ കളർ നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സൻ്റെയോ ഫേവറേറ്റ് കളർ ആയിരിക്കാം. കെയറിങ്, മേ ബി നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ഒത്തിരി കെയറിങ് ആയിട്ടുള്ള ക്യാരക്ടർ ആയിരിക്കാം. നിങ്ങൾ അവരെ കെയർ ചെയ്യുന്നുണ്ടാവാം അല്ലെങ്കിൽ അവർ നിങ്ങളെ ഒരുപാട് കെയർ ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കാം. സോഷ്യൽ വർക്കർ ആയിരിക്കാം. എക്സ്പെക്ട് മിറാക്കിൾ. ഓക്കെ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു മിറാക്കിൾ സംഭവിക്കണം. ചിലപ്പോൾ വ്യക്തിയുടെ ഒരു ആഗ്രഹമായിരിക്കാം അല്ലെങ്കിൽ അങ്ങനെ ഒരു ചാൻസ് നിങ്ങൾക്ക് വരുന്നതുമായിരിക്കാം. ഓക്കെ.